ഇതിനകത്തെ ആത്മീയ പാഠം? മരിക്കുന്നതിന് മുമ്പ് ക്രമീകരണങ്ങൾ വരുത്തിക്കോണം. സ്തോത്രം. ഏത് സമയത്തും മരണം പിടികൂടാം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ വഴി കടന്നു പോകണം. അതിനു മുമ്പ് ക്രമീകരണങ്ങൾ വരുത്തണം. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് ക്രമീകരണം വരുത്തി. എൻ്റെ ഭാഷ പറഞ്ഞ ദാവീദ് മരിക്കുന്നതിൻ്റെ മണമടിച്ചു. ദാവീദിന് മരിക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടാകും. ദൈവമക്കൾക്ക് അങ്ങനെ ഉണ്ടാകും. ഒരു ചെറിയ മണമടിക്കും. ചില പറയത്തില്ലേ, മോളി ഞാനിനി അധിക ദിവസം ഒന്നും കാണുക. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരാഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞായിരിക്കുന്നത്. അങ്ങനെ പേടിക്കുമൊന്നും വേണ്ട. ദൈവം എല്ലാവർക്കും ആയുസ് തരട്ടെ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇല്ല പാസ്റ്റർ ഞാൻ മിക്കവാറും ഞായറാഴ്ച തയ്ക്കാൻ ഒരു കുഴപ്പം ആർക്കും ഒരു കുഴപ്പം വരാതിരിക്കണ്ട. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കങ്ങ് തോന്നിയെന്നേ ഉള്ളൂ. സ്തോത്രം. എന്തായാലും കൊള്ളാം, മരണത്തിന്റെ മണമടിക്കും. പിതാക്കന്മാർക്കൊക്കെ അങ്ങനെ ചില സൂചനകൾ കിട്ടും. പിന്നെ മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു പറഞ്ഞു വരാൻ പറഞ്ഞു. അബ്രഹാം മരിക്കുന്നതിന് മുന്നേ പറഞ്ഞു ചെറുക്കനെ കല്യാണം കഴിപ്പിക്കണം. അല്ല എൻ്റെ കാര്യം മാത്രം നടന്നിയോ? ഇന്നത്തെ അപ്പന്മാരാണ് അതവനാണ് എങ്ങനെയും ഒക്കെ നടന്നു. അങ്ങനൊന്നും അല്ല. നീ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. അപ്പൊ പിന്നെ പിള്ളേർക്ക് ക്രമീകരിക്കേണ്ട അവരെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ നീ ഭാഗ്യവാനക്കും കല്യാണത്തിന് കൂടാം. അല്ല, അവർ തന്നെ എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കും. അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് എലയാസറിനെ വിളിച്ച്, എലയാസർ എന്നുള്ള ദാസനെന്നേ ഉള്ളൂ. ഞാൻ മരിക്കാൻ പോവാ, ചെറുക്കന് കല്യാണം നടക്കണം. കാരണം അമ്മയില്ല. ആ അധ്യായത്തിലുണ്ട്. അങ്ങനെ ഇസഹാക്കിന്റെ കല്യാണം നടന്നു. അങ്ങനെ കല്യാണം നടന്ന് റിബേക്ക ഇസഹാക്കിന്റെ വീട്ടിൽ കൂടാരത്തിൽ വന്ന് അടുത്ത വാക്കി. അങ്ങനെ ഇസഹാക്കിന് അമ്മയുടെ മരണദുഃഖം മാറി. മരണദുഃഖം മാറിയെന്ന് എഴുതിയത്. അപ്പൊ പിതാക്കന്മാർക്കെല്ലാം മരണത്തിന്റെ മണമടിക്കും. ദാവീദിന് മരണത്തിന്റെ മണമടിച്ചപ്പോൾ ശലോമോനെ വിളിച്ചു പറഞ്ഞു, മോനെ, പിതാക്കന്മാര് പോയ വഴി കൂടെ ഞാൻ പോകാൻ പോവുക. പിന്നെ പോകുന്നതിന് മുന്നേ നിനക്കറിയാൻ മേലാത്ത 2-3 കാര്യം പറഞ്ഞു തരാം. പിള്ളേർക്കത് പറഞ്ഞു കൊടുക്കണം. പിള്ളേർക്ക് ഇതാണ് നമ്മുടെ യാതൊരു അവരുമായിട്ട് വഴക്കുണ്ടാക്കരുത്. പണ്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ മാറ്റിയായി കല്ലിട്ടത്. കാശുണ്ടെങ്കിൽ കമ്പിവേലി കെട്ടിയേക്കണം. പിന്നെ ഇത് അവരുടേതാണ്. ഇത് ഇന്നയാൾക്ക് കൊടുക്കാനുണ്ട്, ഞാൻ ഇത്ര പേർക്ക് കൊടുക്കാനുണ്ട്, അല്ലെ ഇന്നയാൾ തരാനുണ്ട്. ഇതൊക്കെ പിള്ളേരോട് പറയണ്ടേ? 4-5 വട്ടം പിള്ളേരുണ്ടെങ്കിൽ ആ വസ്തു എല്ലാം ഭാഗോടമ്പടി ചെയ്ത് അതിന് കല്ലുകളൊക്കെ ഇട്ട് എന്നിട്ട് ചുമ്മാ ഒരിക്കലിട്ട് പോകരുത്. മനസ്സിലായോ? അപ്പച്ചൻ അങ്ങനെ പിന്നൊന്നും മിണ്ടിയില്ല. അങ്ങനൊന്നും മിണ്ടാതെ പോകരുത്. പിള്ളേരുടെ കാര്യമെല്ലാം പറയണം. അത് എല്ലാം കൃത്യമായിരിക്കണം. അത് നേരത്തെ ഇരിക്കുമ്പോഴേ വെണ്ടറെ വിളിച്ചേച്ച് അതെല്ലാം പേരിലെഴുതി കൊടുക്കണ്ട. അല്ലാതെ എഴുതുന്നതിന് എന്നാ പറയുന്നത്? ഇഷ്ടദാനം. എന്നാൽ ബിൽപത്രം എനിക്ക് ആ വേട് കിട്ടിയില്ല. അതാ എഴുതിയോ അതോ എഴുതുന്നുണ്ടോ എങ്ങനെ? അല്ല, ഒരു അഭിപ്രായം അറിയാനാ. എഴുതാമോ? എത്രയും പെട്ടെന്ന് എഴുതുന്നതായിരിക്കും. ചാകുന്നല്ല പറഞ്ഞേ. പേടിക്കുമെന്ന്. ദൈവമേ യോഗത്തിന് വന്നിട്ട് പുള്ളി കൊല്ലാൻ വന്ന് അല്ലല്ല. ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. എന്നാലും ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വല്ല ധാരണ വല്ലതും ഉണ്ടോ? അതോ മൊത്തം എഴുതി കൊടുത്തോ? ബിൽപത്രം വന്നോ? അത് മതി. വെണ്ടറോട് പിന്നെ ഒരു കാര്യം, അവസാനം കോള് വിളിക്കണം. വൈഫുണ്ടോ? ഇവിടെ ഉണ്ടോ? ഏതാ? വത്സമ്മ എഴുന്നേറ്റേ ഒന്ന് കാണട്ടെ. എഴുന്നേക്കാൻ ആവതുണ്ടെങ്കിൽ. എന്നെ ഒരു നാണക്കേട്. പുള്ളി എത്ര കൊള്ളുകയല്ലേ? ചാടി എഴുന്നേക്കണ്ടേ? എൻ്റെ വൈഫ് ഞാനാന്ന് പറഞ്ഞു. അപ്പം എഴുതുമ്പം വേണം. എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെയും വത്സമ്മയുടെയും കാലശേഷം അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അപ്പൊ ഇനിയും എഴുതാനുണ്ടോ? ആട്ടെ, ദൈവം എൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. കാരണം ഒരുത്തരം ഇതെല്ലാം പെണ്ണിനും മണ്ണിനും പൊന്നിനും ബഹളം ഉണ്ടാക്കുന്ന കാലം. അതെ, സ്വന്തം ജ്യേഷ്ഠനല്ലയോ അനുജനെ കൊന്നത്? പത്രത്തിൽ വായിച്ചതല്ലേ? ഇല്ലേ? ഒരപ്പൻ്റെ വേറെ വെടിവെച്ച് കൊന്നില്ലേ കാഞ്ഞിരപ്പള്ളിക്കാരൻ? അവൻ്റെ പേരും മറന്നത്. സോളമനോ സൈമണോ എന്തുവാണോ? സാവു. പേപ്പറിൽ വന്നതാ. സാവു എന്നാ പേര്. സ്വന്തം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാ ഷൂട്ട് ചെയ്തു. അയ്യോ,
വല്ലാത്തൊരു പെന്തിക്കോസുകാർ ഒട്ടും മോശമല്ല. നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി, പുറകിൽ നിന്നും പറയരുത്. പ്രശ്നമാണ്. അതാ നമ്മുടെ വിഷയത്തിൽ വരാം. മരിക്കുന്നതിന്റെ മണമടിക്കും. മരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ക്രമീകരിക്കണം. എല്ലാവരോടും കൂടെ വന്ന് ഞാൻ ബഹുമാനപ്പെട്ട അച്ചായനും പുന്നി ഇരുന്നു കൊണ്ട് ചോദിച്ചെന്നുള്ളത് ഇത് എല്ലാവരോടും കൂടെ ആയി പറയുന്നത്. പിന്നെ കാശും ചുറ്റുപാടും ഒക്കെ ഉള്ളവരാണെങ്കിൽ ബാക്കി കാര്യം കൂടെ നേരത്തെ ക്രമീകരിച്ച് വെക്കുന്നത് നല്ലതാണെന്നായി എൻ്റെ അഭിപ്രായം. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് മാറ്റി ഇട്ടേക്കണം. അതെല്ലാം എഴുതണം. പെട്ടിക്ക് തറ. ഞങ്ങൾക്കൊരു അമ്മയുണ്ടായിരുന്നു, അത് ഞാനിവിടെ ചേർന്ന എന്നെയും കൂടെ പറഞ്ഞു. അമ്മ നല്ല മിടുക്കിയ അമ്മയാ, ചുറ്റുപാടൊക്കെ ഉള്ള അമ്മയാ, എല്ലാം ക്രമീകരിച്ചു. അമ്മ മിടുക്കി ക്രമീകരിച്ചത് നിങ്ങളും ക്രമീകരിച്ചിട്ട് അവസാനം അമ്മ കല്ലറ പണിത് ആ കല്ലറയുടെ മുകളിലെ ഗ്രാനൈറ്റിൽ എഴുതിയും വെച്ചു. പേരും ജനനത്തീയതി ബാക്കി എല്ലാം വീട്ടുപേര് എല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, എല്ലാം കൃത്യമായിട്ട്. മരിച്ചതിൻ്റെ ഡേറ്റ് മാത്രമേ എഴുതിയിട്ടില്ല. അത് എന്നോട് പറഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ നിങ്ങളത് ചേർത്താൽ മതി, ബാക്കി എല്ലാം ക്രമീകരിച്ചു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഞാനതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ മൊബൈൽ വെച്ചിട്ടുണ്ട്, കാണിക്കാം. അമ്മയുടെ അടക്കത്തിന് ഞാനുണ്ടായിരുന്നു. ചിലവാകുന്നത് പെട്ടിയുടെ പൈസ, ബാക്കി കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പറയാം അമ്മയ്ക്ക് കണ്ടമാനം കാശുണ്ടെന്ന്. കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, എല്ലാം ക്രമീകരിച്ചു. ഇടേണ്ട ഡ്രസ്സ്. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഒരു അമ്മ മരിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് പ്രസംഗിക്കാനും സമയം കൊടുക്കണമെന്ന്. പാസ്റ്റോട് പറഞ്ഞ് കാവാലം മാസ്റ്റർ വിളിച്ച് ഇന്ന പാട്ടും പാടിപ്പിക്കണം. ഞാൻ പോയി പാടുകയും ചെയ്തു. വയനാടൊന്നും എനിക്ക് വിഷയമില്ല, ഞാൻ വരാം. നിങ്ങളൊരു കതിരൂലായി മാത്രം പാടി നടക്കുള്ളൂ, വയനാട്ടിലും വന്ന് പാടും, പറഞ്ഞാൽ മതി. സ്തോത്രം. ഇതൊക്കെ ഈ ക്രമീകരിക്കുന്നത് വളരെ നല്ലതാണ്. ദാവീദ് മരിക്കുന്നതിന് മുന്നേ തന്റെ മകൻ ശലോമോനെ വിളിച്ചു പറഞ്ഞു, മനെ പിതാക്കന്മാർ പോയ വഴി കൂടെ ഞാൻ പോകാൻ പോവാ, ഭൂവാസികൾ പോയ വഴി കൂടെ ഞാൻ പോകാം. പിന്നെ നിനക്കറിയാൻ മേലാത്ത ഒന്ന് രണ്ട് കാര്യം പറയാം. വായിച്ചേ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വേഗത്തിൽ സ്ഫുടമായിട്ട് മൈക്ക് കൂടെ പെട്ടെന്ന് വായിച്ചേ. അല്ലെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉറക്കെ വായിച്ചു. 1-ാം തീയതി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. ആ ദാവീദിന്റെ മരണകാലം അടുത്തു വന്നു. അപ്പൊ മരണത്തിന്റെ മണം അടിച്ചു ദാവീദിന്. അതാ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് ഇപ്രകാരം കൽപ്പിച്ചു, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിക്ക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനായിരിക്കേണ്ടതിന് നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്നു തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിലിരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ വരികയില്ല. സ്തോത്രം. മരണത്തിന്റെ മണമടിച്ചു ദാവീദിന്. അപ്പൊ തന്നെ മകൻ ശലോമോനെ വിളിച്ചു, മോനെ ഭൂവാസികൾ പോയ വഴി കൂടെ പോവുക. പിന്നെ നിനക്കറിയാൻ പാടില്ലാത്ത 2-3 കാര്യം പറയാം, ശ്രദ്ധിച്ചോണം. ഞാൻ മരിക്കാൻ പോവുക. താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പിന്നീട് വായിച്ചോ ധ്യാനിച്ചോ. പ്രധാനപ്പെട്ട ഒരു 3 കാര്യം പറഞ്ഞു. 1, യോബാബിനെ വെറുതെ വിടരുത്. കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2, ഗേദയുടെ മകന് ശിമയി, അവനെ സൂക്ഷിച്ചോണം. വളരെ തന്ത്രപരമായിട്ട് വേണം അവനോട്. അവൻ പണ്ടെന്നെ പിരാഗിയതാ, കല്ലും പൂടിയെല്ലാം മാരി എറിഞ്ഞ് പിരാഗി. അന്ന് സെൻട്രൽ പാസ്റ്ററും ഒക്കെ വന്ന് ഞങ്ങളൊരു നിരപ്പിന്റെ ശുശ്രൂഷ നടത്തിയെങ്കിലും അന്ന് ഞാൻ വിട്ടിട്ടില്ല. ഞാൻ വിട്ടിട്ടില്ല. നീ അവനെ സൂത്രത്തിൽ ഒതുക്കിയേക്കണം. എന്നിട്ട് പറഞ്ഞു, നീ ബുദ്ധിമാനല്ലേ. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിന്നെ ഗിലെയാദിനാകുന്ന ബർസില്ലായിയുടെ മക്കളോട് ദയ തോന്നണം. അമ്മാമ്മ വായിച്ചേ. എന്നാൽ ഗിലെയാദ്യനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം.
അവർ നിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി. വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, മരിക്കുന്നതിന് മുമ്പ് ദാവീദ് കാര്യം പറഞ്ഞു, മോനെ ഭൂവാസികൾ പോയ വഴിയിൽ കൂടെ പോകുക, മരണത്തിന്റെ മണം പിടിച്ചു, ഞാൻ അധികം നാൾ കാണത്തില്ല, പക്ഷെ നിനക്ക് അറിയാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ യോവാവിനെ വെറുതെ, എൻ്റെ പെങ്ങടെ മോനാന്നില്ല, അവൻ കുരുക്കൊപ്പിക്കുന്നവനാ. അബ്നേരെ മരണം അറിയാമല്ലോ, സ്തോത്രം. അപ്പൊ നീ അവനോട് സൂത്രത്തിൽ ഇടപെട്ടോണം. 2, ഗേരയുടെ മകൻ ശിമയി, അവൻ ബെന്യാമീൻ ഗോത്രജനാ, എന്നാൽ അവനൊരു ചെറിയ നീ ബുദ്ധിയോടെ, അവനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലുകയെന്ന്, അവനെ നീ സൂത്രത്തിൽ ഇടപെട്ടോണം. പിന്നെ ഗിലെയാദനായ ബർസില്ലായിയുടെ മക്കളോട് ഇതായതോന്ന്, അവരെല്ലാവരും നിന്റെ മേശമയിൽ നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ രാജഭോജനം കൊടുത്തോണം. അവർക്ക് രാജഭോജനം കൊടുക്കണം ബർസില്ലായിയുടെ പിള്ളേർക്ക്. കാരണം നിന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് പണ്ട്, എൻ്റെ ഭാഷയാ, ഞാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിരീടം വേണ്ടെന്ന് വെച്ച് പൊൻചങ്കോൽ മാറ്റിയിട്ട് രാജവസ്ത്രം ധരിക്കാതെ കാലിൽ ചെരുപ്പിടാതെ തലമൂടിക്കൊണ്ട് യെരൂശലേമിൽ നിന്ന് ഓടി കെദ്രോന്തോടും കടന്ന് ഒലിവുമലയുടെ കയറ്റമൊക്കെ കയറി ബഹൂരൂമിൽ കൂടെ ചെന്ന് യോർദാങ്കടവും കടന്ന് അങ്ങനെ യാത്ര ചെയ്ത് പണ്ട് പോയൊരു സന്ദർഭമുണ്ട്. അന്നേ ആ പിള്ളേരുടെ അപ്പം ബർസില്ല എനിക്ക് നാടൻ ഭാഷയാ ശാപ്പാട് തന്നതാ. ശൗമേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 വാക്യം വായിച്ചേ. 18-ന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണിക കിടപ്പുണ്ടത്. ഇല്ലേ? ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 അതൊരു കണ്ണികയാ. 18-ാം അധ്യായത്തിന്റെ നേരെ മുകളിൽ, വലത്തുവശത്ത് നേരെ മുകളിൽ. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബായിൽ നിന്ന് സഹാഷിന്റെ മകൻ, ആരുടെ മോന്? നഹാഷിന്റെ മകൻ ശോബി മകൻ ഒന്നും കാണാൻ നേരം അങ്ങോട്ട് കൊടുക്കും, വായിക്കാവോ? എന്നാ ഞാൻ ആദ്യം പറയാം, എന്നുവെച്ച് പിന്നെ നിങ്ങൾ രണ്ടുകൂടെ ഒരു ധാരണ വന്ന് വായിച്ചു തരണം. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാഷിന്റെ മകൻ ശോബി, ലോദേബാരിലെ അമ്മയലിന്റെ മകൻ മാഗീർ, രൊഗേലീമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്ന് ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവര് പറഞ്ഞു. വായിച്ചു തന്നൂടെ? ദാവീദിന്റെ മഹനയീമിൽ എത്തിയപ്പോൾ, ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ, മതി. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് ആയിരിക്കുന്നു. മതി. എന്നാലും വായിച്ചു തരുന്നല്ലോ, സന്തോഷം. അവർ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്. നിങ്ങൾ ചിലര് വചനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. ചിലര് വചനം, എനിക്കത് പ്രസംഗിക്കുമ്പോൾ അറിയാം, വചനം ആസ്വദിക്കുന്നവരുണ്ട്. ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇതിങ്ങനെ ക്രിയ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ, അണ്ണാക്കിന് മധുരമാ. ഇത് തേനിലും തേൻകട്ടകിലും മധുരമുള്ള തിരുവചനമാ. ഇത് ഉലയിലിരിക്കും ശുദ്ധി ചെയ്ത വചനമാ. ഇതിനകത്ത് കീടമാകട്ടെ, കേടാകട്ടെ, പാടാകട്ടെ, യാതൊരു അപാകതയാകട്ടെ ഇല്ല. ഇത് നിർമ്മലീകരിക്കപ്പെട്ട വചനമാ. സങ്കീർത്തനക്കാരൻ പാടിക്കുന്നത്, അവനവന്റെ വചനം വെച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുടിയിൽ അവനവരെ കയറ്റി. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ
ഇപ്പോൾ സംസാരിച്ച വചനം തമ്പത്ത് നിങ്ങൾ ശുദ്ധിയുള്ളവരാ. നിന്നെ ശുദ്ധീകരിക്കുന്ന വചനം മാത്രമല്ല, എബ്രായർ 4:12 മനപാഠമാ. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തുള്ള വാളിനേക്കാൾ മൂർച്ചയേറുന്നതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെ വേർപിരിക്കവരെ തുളച്ചു ചെല്ലുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, മോനെ ഗിലെയാദിനായ ബർസില്ലായിയുടെ മക്കളോട് ദയ തോന്നണം, അവര് നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. കാരണം ഇവരുടെ അപ്പച്ചൻ ബിർസില്ലായി പണ്ട് എൻ്റെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോയപ്പോൾ എനിക്ക് ഭക്ഷണങ്ങൾ തന്നതാ. ദാവീദ് മഹനീമിലെത്തിയപ്പോൾ അമ്മോനിയുടെ രബ്ബയിൽ നിന്ന് ആകാശിന്റെ മകൻ ശോഭി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗീർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകള്, കിണ്ണങ്ങള്, മൺപാത്രം ദാവീദിനും കൂടത്തിന് ഭക്ഷിപ്പാൻ, കൂടെയുള്ളവർക്കും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശു, എന്തെല്ലാം സാധനമാണ് കൊടുത്തത്. നമ്മളെന്തേലും ഒരു സാധനം കൊടുത്താൽ മതി. സ്തോത്രം. 10-11 കൂട്ടം സാധനങ്ങളാണ് കൊടുത്തത്. കിടക്കാൻ കിടക്ക്, പാത്രം എല്ലാം കൊണ്ട് കൊടുത്തു. ഇത് പ്രതിഫലം നോക്കി കൊടുത്തതല്ല, തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്കും കൊടുത്തതല്ല. മഹാരാജാവാ, കഷ്ടതയിൽ കൂടെ പോവുക, കൊടുക്കുക. രാജാവല്ലേ, അഭിഷിക്തന്. പക്ഷെ ദൈവം അത് കുറിച്ചു വെച്ചു. അതിനകത്തൊരു ആത്മീക പാഠം, നീ കർത്താവിന്റെ വേലയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ, ചെലവാക്കിയാൽ, ചിലപ്പം സഭക്കാർ ചിലപ്പോൾ കുറിച്ച് വെച്ചെന്ന് വരികയല്ല. ചിലക്ക് കുറിച്ച് വെച്ചില്ലെങ്കിലും പ്രശ്നമാണ് കേട്ടോ. വായിക്കുമ്പോൾ പറയും സ്തോത്രം, അത് ഞാൻ അന്ന് തന്നത് എഴുതി വായിച്ചില്ലല്ലോ, അയ്യോ അത് എഴുതാൻ പറഞ്ഞു, അത്രയും പ്രശ്നം മതി, ഇവൻ വലിയ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ കുറിച്ച് വെക്കാൻ മറന്നാലും എഴുതിയില്ലെങ്കിൽ അവിടെ കുറിച്ച് വെക്കും. അവിടുത്തെ ലിസ്റ്റ് അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ദാവീദ് അത് കുറിച്ച് വെച്ചു. മഹാരാജാവാകുന്ന കർത്താവിന് വേണ്ടി 10 പൈസ മുടക്കിയാൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, പുസ്തകം പഠിപ്പിക്കുന്നത് യേശു പറഞ്ഞതും അത് മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ള ദൈവമല്ല. അപരാലേഖനം അങ്ങനല്ലേ പഠിപ്പിക്കുന്ന, വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഓർത്തോർത്തോർത്തോർത്ത് അവൻ നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അവ ഈ മരിക്കുന്നതിന് മുന്നേ ഇതെല്ലാം ക്രമീകരിക്കണം. ഇവിടെ റാഹേൽ മരിക്കുന്നതിന് മുമ്പ് അനുതപിച്ചു, ഏറ്റു പറഞ്ഞു, കർത്താവേ ഞാൻ അഹങ്കാരിയാ, തന്നിഷ്ടക്കാരിയാ, സൗന്ദര്യത്തിന്റെ തണ്ടും ഹൂങ്കും എനിക്കുണ്ടായിരുന്നു, ഞാൻ ഭർത്താവിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചു, എൻ്റെ സഹോദരിയോട് ഞാൻ അസൂയയോടെ പൊരുതി ജീവിച്ചത്, അതിലെ ഞാൻ പോർപൊരുതി എന്നൊക്കെയുള്ള പ്രയോഗമാണ്. ഞാൻ പോർപൊരുതി, അങ്ങനെ പൊരുതുക. ഒരു വീട്ടിലായതെല്ലാം അവനൊക്കെ നീ പോരാട്ടങ്ങള്. സ്വന്തം ജ്യേഷ്ഠത്തി അനിയത്തി, ജ്യേഷ്ഠത്തിയുടെ ദാസി, അനിയത്തിയുടെ ദാസി, വലിയ പ്രശ്നമാണ്. അത്രയ്ക്ക് തന്നിഷ്ടവും മരിക്കമില്ലാത്ത പശുക്കിടാവാണ്. ആർക്കും കീഴ്പ്പെടുന്നില്ല, അനുസരിക്കത്തില്ല. അപ്പനെ അനുസരിക്കുന്നില്ല, ഭർത്താവിനെ അനുസരിക്കുന്നില്ല, പിള്ളേര് പ്രായമായ പിള്ളേരെ അനുസരിക്കുന്നില്ല, ഓരോരുത്തർക്കും കീഴ്പ്പെടുകയല്ല. അവസരം കിട്ടുമ്പോൾ കള്ളവും പറയുന്നു. ഒടുവിൽ മരണത്തോടടുത്ത് പിടികൂടി ദൈവം. പിടികൂടിയപ്പോൾ വേദ പഠിതാക്കൾ പറയും അനുദപിച്ചു. ഓരോന്നോരോന്ന് ഏറ്റു പറഞ്ഞു. ജീവൻ പോയിക്കൊണ്ടിരിക്കുക, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, ഏറ്റു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ്, കർത്താവേ മൂത്ത മകൻ യോസേപ്പ് 9 വയസ്സ്, ഇപ്പൊ പ്രസവിച്ച ചോര കുഞ്ഞ് ബെന്യാമിൻ കുഞ്ഞ് പ്രസവിച്ചു, ഞാൻ മരിക്കാൻ പോവുക, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശവും പദവികളൊന്നുമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കുറവുകളും പാപവും ക്ഷമിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം, ആദരിക്കണം. ലേയായുടെ പിള്ളേർക്ക് ജ്യേഷ്ഠാവകാശവും പുത്രത്വവും കുടുംബനായകനും എല്ലാം കടന്നുപോയി. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല, ഓർക്കണമേ, കുഞ്ഞുങ്ങൾ രക്ഷിക്കണമേ എന്നൊക്കെ ഇങ്ങനെ അനുദപിച്ച് കരഞ്ഞ് ജീവൻ പോവുക. ആ ജീവൻ പോകുന്ന സമയത്ത് കർത്താവ് റേച്ചലിനോട് പറഞ്ഞു, കരയാതെ കണ്ണുനീരടക്ക്, പ്രതിഫലമുണ്ട്. കരയാണ്. ഏതായാലും നീ മരിക്കുന്ന സമയത്തെങ്കിലും ക്രമീകരിച്ചല്ലോ, അനുദപിച്ചല്ലോ, ഏറ്റു പറഞ്ഞല്ലോ, ഒരു മാനസാന്തരം വന്നല്ലോ, ശാന്തമായിട്ട് മരിച്ചു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരികയില്ല. ഇത് മരിക്കുന്നതിനൊക്കെ കുറച്ചേറെ നാൾ മുമ്പേ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ നന്മയും കൂടെ കാണാമായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ നന്മയും കൂടെ കാണാൻ. അതുകൊണ്ടല്ലേ യോസേപ്പ് 5 ഇരട്ടി കൊടുത്തത്. ആർക്ക്? 5 ഇരട്ടി.
അതിലെ സങ്കീർത്തനത്തിൽ പറഞ്ഞത് അവരുടെ ഇടയിൽ ചെറിയ ബെന്യാമീനും ഉണ്ടായിരുന്നെന്ന്. അവരുടെ കൂട്ടത്തിൽ യഹൂദാ പ്രഭുക്കന്മാരും പറഞ്ഞു വന്നിച്ച് പറയാ ചെറിയ ബെന്യാമീനും ഉണ്ടായിരുന്നെന്ന്. എന്തായാലും കൊള്ളാം, ജീവിച്ചിരുന്നപ്പോ ഒന്നും അത്ര ഒത്തില്ലെങ്കിലും മരിക്കുന്ന സമയത്ത് ക്രമീകരിച്ച് അനുദപിച്ച് ഏറ്റു പറഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞ് കരയാതെ കണ്ണുനീരടക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ റാഹേലിനെ ആ വഴിയരികെ അടക്കിയെന്ന്. അതും ഭയാനകമാണ്. പിതാക്കന്മാരെ എല്ലാം അടക്കിയത് അങ്ങ് മക്ബേലായില്ല. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായി അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റിബേക്കായി അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയായേയും അവിടെ അടക്കി. പക്ഷേ റേച്ചലാൻഡിയെ മാത്രം വഴിയരികെ. എഫ്രാത്തിലെത്താൻ അല്പദൂരം. ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. പോയിട്ടുള്ളവർ പറഞ്ഞുള്ള അറിവും ചില പുസ്തകത്തിൽ ഉള്ള വായനയുടെ വെളിച്ചത്തിൽ പറയുന്നത് ഈ റാഹേലിനെ അടക്കിയടുത്ത് നിന്ന് 100 കിലോമീറ്റർ പോലും ഇല്ല അങ്ങോട്ട് ചെല്ലാൻ. പക്ഷെ അവിടെ എത്താനൊത്തില്ല. അവിടെ നിന്നൊരു 100 കിലോമീറ്റർ ഇല്ല മക്പേലായി കൊണ്ട് അടക്കാൻ. പക്ഷെ അടക്കിയില്ല, അവിടെ അടക്കി. എന്നാൽ 1000 കിലോമീറ്റർ അപ്പുറം കിടന്ന യാക്കോബിനെ ഇവിടെ കൊണ്ടുവന്ന് അടക്കി. ിലോമീറ്റർ അപ്പുറം കിടന്ന് മരിച്ച യാക്കോബിനെ ഇവിടെ കൊണ്ടടക്കി. ഏതാ അബ്രഹാം പണ്ട് വിലക്ക് മേടിച്ചല്ലോ, മക്ബേല ഗുഹ നിലം, അവിടെ കൊണ്ടടക്കുക. പക്ഷെ 100 കിലോമീറ്റർ ഇപ്പറേ വെച്ച് മരിച്ച റാഹേലിന് അവിടെ ചെല്ലാനൊത്തില്ല. ഇനി വേറൊരു കാര്യം, അപ്പൊ ഈ റാഹേലിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും അനുതാപവുമാ ഈ ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകൻ ശൗലിനെ രാജാവാക്കാൻ കാരണം. അതിന് വേറെ കാരണങ്ങളുണ്ട്. അതിന്റെ മൂല കാരണം വല്യമ്മച്ചിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും. ഞാൻ പ്രായമുള്ളവരോട് പറയട്ടെ, മാതാപിതാക്കളോട് പറയട്ടെ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ തലമുറയ്ക്ക് വേണ്ടി കരയുന്നെങ്കിൽ, അനുദപിച്ച് പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞ് ക്രമീകരിച്ച് ദൈവത്തോട് മുട്ടിപ്പായിട്ട് കരയുന്നെങ്കിൽ, കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ തലമുറ അധപ്പതിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരികയല്ല. നിന്റെ സന്തതി അസ്തമിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. അതങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. റാഹേൽ അവിടെ വെച്ച് മരിക്കുകയോ. അപ്പൊ റാഹേലിന്റെ പ്രാർത്ഥന ബെന്യാമീൻ ഗോത്രത്തെ കീശിന്റെ മകൻ ശൗലിനെ രാജാവാക്കി. അപ്പന്റെ കരുതകളെ തേടി പോയതാ. ഭാഗ്യവശാൽ ശൗമേലിന്റെ അടുക്ക ചെന്നു. പിറ്റേന്ന് അവിടെ രാത്രി പാർത്ത് പിറ്റേന്ന് പോകാൻ നേരത്ത് ശൗമേൽ പറഞ്ഞിടെ, പ്രവാചകൻ പറഞ്ഞു കൃത്യം പോകാൻ പറ, നീ അവിടെ നിൽക്കുന്ന കാര്യം പറയാൻ. അത് വേർപാടിനെ കാണിക്കുന്നതാ പ്രത്യം. എന്നിട്ട് ശൗല് അവിടെ നിന്നപ്പം ശാമുവേൽ തൈലപാത്രത്തിലെ തൈലം കൊണ്ട് പിന്നെ തലയിൽ ഒഴിച്ചേച്ച് പറഞ്ഞു, ദൈവം നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി തീർത്തിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു, നീ ഇന്ന് എന്നെ പിരിഞ്ഞ്, ഇപ്പൊ നീ അഭിഷേകമൊക്കെ പ്രാപിച്ചു, രാജാവായി, നീ ഇന്ന് എന്നെ പിരിഞ്ഞ് സെൽസഗിൽ റാഹേലിന്റെ കല്ലറക്കരികെ ചെല്ലുമ്പോൾ പറ, രണ്ടുപേര് എതിരേക്കും. എന്നിട്ട് പിന്നെ പറഞ്ഞു വന്നു, ദൈവാത്മാവ് നിന്റെ മേൽ വരും, അപ്പൊ നീ ആള് മാറിയവനെ പോലെ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു ഇതൊക്കെ ദൈവാത്മാവ് വന്ന് ആള് മാറിയവനെ പോലെ ആകുമ്പോൾ, അപ്പോൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ഈ ദൈവാത്മാവാണെങ്കിൽ യുക്തമായതേ ചെയ്യൂ. ദൈവാത്മാവല്ലാത്തത് കൊണ്ടാണ് ഈ കോക്കാമ്പീച്ചയല്ല കാണിക്കുന്നത്. ദൈവാത്മാവായ യുക്തമായതേ. അപ്പൊ അതിനകത്തൊരു ആത്മീക പാഠം. നിന്നെ ദൈവം രാജാവാക്കി അഭിഷേകം തന്നിരിക്കുന്നു, നീ ഇസ്രായേലിനെ ഭരിക്കാൻ പോവുക. പക്ഷെ ഒരു വാണിംഗ് തരിക, നീ ഇന്ന് അഭിഷേകം പ്രാപിച്ച് രാജാവായിട്ട് അങ്ങോട്ട് പോകുമ്പോ നീ അന്റെ സെൽസഗിൽ റാഹേലിന്റെ കല്ലറക്കരിക്കുക എന്ന് പറഞ്ഞാൽ, നീ രാജാവായിട്ട് അങ്ങോട്ട് പോകുമ്പം റാഹേലിന്റെ കല്ലറ ഒന്ന് കണ്ടേച്ച് അങ്ങോട്ട് പോകാവൂ. കാരണം നിന്റെ വല്യമ്മച്ചി കിടക്കുന്ന സ്ഥലമാ സെൽസഗിൽ. ആ കല്ലറ കാരണം ഇത് നിന്നെ രാജാവാക്കിയിരിക്കുക. നീ വല്യമ്മച്ചിയുടെ കല്ലറ കണ്ട് ചില കാര്യങ്ങൾ പഠിക്കണം.
നിന്റെ വല്യമ്മച്ചി അഹങ്കാരിയും തന്നിഷ്ടക്കാരിയും പ്രമാണത്തിൽ നിൽക്കാത്തവളും അന്യദേവനെ നീക്കിക്കളയാഞ്ഞവളും അപ്പൻ ബന്ധപ്പെട്ട് വന്നിട്ട് അപ്പനോട് കള്ളം പറയുകയും ഭർത്താവിനെ അനുസരിക്കാതെയും ആ വിധത്തിലൊക്കെ അവൾ പിടിവാശിയും തന്നിഷ്ടവും ഒക്കെ ആയിട്ട് ജീവിച്ച് സൗന്ദര്യത്തിൻ്റെ ഹുങ്കും അഹങ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് അവൾക്ക് അങ്ങ് എല്ലാവരും ചെന്ന സ്ഥലത്ത് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീയും ഇത് സൂക്ഷിച്ചോണം. നീ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ, വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ, ഉപദേശത്തിൽ നിന്നില്ലെങ്കിൽ, വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ നിനക്ക് അങ്ങ് ചെല്ലാൻ ഒക്കത്തില്ല. നീയും വഴിയേ പട്ടുപോകും. അത് അത്രയും വിശദീകരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇത് കാണുമ്പം പഠിച്ചോണം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമക്കൾ പഠിക്കണം. വിശദീകരണമൊന്നും വേണ്ട. ചില കാര്യങ്ങൾ കാണുമ്പം പഠിക്കണം. ചിലരുടെ മരണം, ചിലരുടെ യാത്ര, ചില ഈ വീടിന്റെ തകർച്ച, ഇതൊക്കെ കാണുമ്പോൾ അതിന്റെ പിമ്പി ചില കാര്യങ്ങൾ കാണും. പഠിക്കണം. അതൊക്കെ നമ്മളവരെ പഠിക്കുമൊന്നും വേണ്ട. അത് ചൊറുകുത്തി സമുദ്രം ഒന്നും ആക്കണ്ട. ഇതൊക്കെ കാണും. പൗലോസ് കൊരിന്ത്യത്തിൽ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. പറയുന്ന പേടിച്ച കർത്തൃമേശ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കി കർത്തൃമേശ തട്ടി. അവസാനം പുള്ളി പോയത് ക്യാൻസർ വന്ന് അങ്ങേയറ്റം പറ്റി, വായിക്കടൊന്നും കഴിക്കാൻ പറ്റാതായി, ഇവിടം തുറന്ന് ഇങ്ങനെ കിടക്കുന്നത്. അദ്ദേഹത്തെ വിധിച്ചതല്ല, ഇത് നമുക്ക് ഒരു പാഠം. തുണി വെള്ളത്തിൽ മുക്കിയച്ച് അതിങ്ങനെ. അദ്ദേഹത്തെ വിധിക്കാൻ ഞാൻ ആളല്ല, പക്ഷെ അത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോ. ശുശ്രൂഷകനെ എന്തോ വിഷയത്തിൽ പ്രശ്നമുണ്ടായി അടിക്കാൻ കൈ ഓങ്ങിച്ചെന്ന ഒരാളുണ്ട്. അവസാനം ഒരു ഗ്ലാസ് കാപ്പി പോലും പിടിച്ചു കുടിക്കാൻ മേല. ഈ അസുഖമായിരുന്നു. അതിന് ഇംഗ്ലീഷിൽ എന്താ, ഇംഗ്ലീഷ് ഇങ്ങനെ അസുഖം ഉണ്ടല്ലോ, എപ്പോഴും മറച്ചിരിക്കുന്നു. വിറവല് അങ്ങനെ പറയാല്ല. ഇപ്പൊ എന്നാണ് ഒറ്റ അടിയടിക്കാൻ ചെന്നതാ, ഇങ്ങനെ ഓങ്ങിയതാ. വേറൊരു വിശ്വാസി കയറി അങ്ങ് തട്ടി. പക്ഷെ പുള്ളി പോകാറായപ്പം എപ്പോഴും അടിച്ചിരിക്കുക. അടുത്ത ആരും ഇല്ലെന്നേ ഉള്ളു. ഭയമാ. അദ്ദേഹത്തെ വിധിച്ചതല്ല. ഇത് കാണുമ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ ജീവിതം ക്രമീകരിച്ചോണം. ദൈവസഭ ദൈവത്തിൻ്റെതാ. ഇതിനകത്ത് കയറി നീ കളിക്കരുത്. ഞാനും ഉപദേശിയും കളിക്കരുത്, വിശ്വാസിയും കളിക്കരുത്. ദൈവസഭ ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ നടത്തി. നന്ദി അർപ്പിക്കാനും സ്തോത്രം കരയേറ്റുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. അതിനകത്ത് കയറി കളിച്ചാൽ കളിച്ചവനെ ഒന്നും ദൈവം വിട്ടിട്ടില്ല. അത് വിശ്വാസി കളിച്ചാലും, ഉപദേശി കളിച്ചാലും, പ്രസ്പിറ്റർ കളിച്ചാലും, സൂപ്രണ്ട് കളിച്ചാലും, ലോക്കൽ ശുശ്രൂഷകൻ കളിച്ചാലും, വിശ്വാസി ആര് കളിച്ചാലും സൂക്ഷം ദൈവം പിടിച്ചില്ലെങ്കിൽ എവിടെയും വിട്ടുവിടും. പിടിക്കാതെ വിടുകയല്ല. സ്തോത്രം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങളും ജീവിതത്തെ ഒത്തിരി ക്രമീകരിക്കണം. സ്തോത്രം, സ്തോത്രം. വളരെ ഭയത്തോടെ വേണം ദൈവത്തെ സേവിക്കാൻ. നമ്മളാരും വിധിക്കണ്ട. പൗലോസ് പറയുക, ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്കിത് ബുദ്ധിപദേശത്തിനാ. സ്തോത്രം. ഇതൊക്കെ കാണുമ്പോൾ ജീവിതത്തെ ഭയത്തോടെ വേണം കൊണ്ടു നടക്കാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞ, റാഹേല് അനുദപിച്ചു, പ്രാർത്ഥിച്ചു. അതിന്റെ മറുപടിയാ ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിനെ രാജാവാകാൻ. നീ റാഹേലിന്റെ കല്ലറ നോയിക്കോണം, ഇതൊക്കെ കണ്ടോണം എന്ന് പറഞ്ഞ പ്രമാണത്തിൽ നിൽക്കണം. നിന്നില്ലേ നിന്റെ ഗതി അതൈവ. സൂക്ഷിക്കണം. നമ്മളൊരു പഴയ പാട്ട് പാടുകയല്ലേ, എന്നിലും ഭക്തർ, എന്നിലും ശക്തർ,
വീണു തകർന്നീ പോർക്കളത്തിൽ എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകര വീരപുമാൻകളിൽ വീണവരിൽ യാഗേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ ഓ സ്തുത്യർഹമേ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കാണുമ്പോ ആ ജീവിതത്തെ ക്രമീകരിച്ചോണം. എന്തിനാ ഈ പറയുന്നേരം ഇതൊക്കെ ഈ പറയുന്നത്? നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വരുത്തിക്കോണം. സ്തോത്രം. യഥാസ്ഥാനപ്പെടണം. ഭയത്തോടെ യഹോവയെ സേവിക്കണം. വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണം. യേശു വരാറായി. ദൈവത്തിന് മഹത്വം. അപ്പൊ ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിന്റെ രാജാവാക്കി. നീ ഇത് കല്ലറ കാണണം. കാരണം വല്യമ്മച്ചി ക്രമം പടഞ്ഞത് കൊണ്ട് വഴി പട്ടുപോയി. നിനക്കത് വരരുത്. നീ രാജധർമ്മം അനുസരിക്കണം. ആവർത്തനം 17 കിടപ്പുണ്ട് രാജധർമ്മം. ആ രാജധർമ്മം അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചില്ലെങ്കിൽ നിന്റെ ഗതി. പക്ഷെ ഇടയ്ക്ക് കയറി പറയാ പുള്ളി പുള്ളി ഇതൊക്കെ